ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിറ്റ്സ് എജു. ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും തുടർന്ന് അങ്ങോട്ടും നിങ്ങളെ സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓർ മെറ്റീരിയൽ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അതായത് മെറ്റീരിയൽ is the most important component in the cost sheet, as well as it constitutes a major portion of its value while we producing a product. That is, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നതാണ് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായ അതിൻ്റെ റോ മെറ്റീരിയൽസ്. These materials may be in the form of either raw material or in the form of semi-finished goods or in the form of work in progress. So whatever it may be, in total we are call it as material. So this material constitute a major portion of its value in the product. For example, ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒരു 10 രൂപയാണെങ്കിൽ അതിലുള്ള മെയിൻ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ പ്ലസ് അതുണ്ടാക്കാൻ ആവശ്യമായ ലേബർ ചാർജസ്, ദെൻ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും കൂടി കൂട്ടിയതാണ് ആ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മേജർ ഇമ്പോർട്ടൻറ്റ് പോർഷനായ മെറ്റീരിയലിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. So most important component of a product is material, and this may be either in the form of direct material or in the form of indirect material. So direct material in the sense that നമ്മൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സീൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു പെന്നിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പെന്ന് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ റീഫില്ലർ, അതിൻ്റെ പ്ലാസ്റ്റിക്, അതിൻ്റെ നിബ്, അതിൻ്റെ ടോപ്പ് പോലെയുള്ള സാധനങ്ങൾ അത് നമുക്ക് ഫ്രം ദ സൈറ്റ് ഇറ്റ് സെൽഫ് നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ഇൻഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റാത്ത മെറ്റീരിയലും അതിൻ്റെ അകത്തുണ്ട്. സോ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ how to control or how to manage the material. So what do you mean by the term material control or material management? Material control is a system. It means a systematic control over purchasing, storing and consumption of material so as to maintain regular or timely supply and at the same time avoid overstocking and understocking of material. അതായത് മെറ്റീരിയൽ കൺട്രോൾ മീൻസ് സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസ്. നമ്മൾക്ക് ആദ്യം ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മെറ്റീരിയൽ നമ്മളെ കയ്യിൽ നമ്മൾ വെയർഹൗസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യാൻ പല പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ പർച്ചേസ് റിക്വസിഷൻ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ റിക്വസ്റ്റ് ഫോം നമ്മൾ സെൻഡ് ചെയ്യണം. ദെൻ അത് വെരിഫൈ ചെയ്തിട്ട് പർച്ചേസ് മാനേജർ അത് കൗണ്ടർ സൈൻ ചെയ്തിട്ടാണ് നമ്മളത് പുറമേയുള്ള സപ്ലയേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇത്ര പ്രൈസിന് വേണം എന്നുള്ള ഓർഡർ നമ്മൾ കൊടുക്കുന്നത്. സോ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ള ഈ പ്രൊസീജിയേഴ്സ് വഴി അത് എന്ത് ചെയ്യും, ആ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ദെൻ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെന്നില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം നല്ല രീതിയിൽ വെയർഹൗസിങ്ങിൽ. അതായത് പെരിഷബിൾ മെറ്റീരിയൽ ഉണ്ടാവും, പെരിഷബിൾ അല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാവും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഇറ്റ് മേ ബി സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് നേച്ചർ. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് വെയർഹൗസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്യണം. ദെൻ അത് സ്റ്റോർ ചെയ്തതിന് ശേഷം എപ്പോഴാണ് ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വെയർഹൗസിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഉള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കൺസംഷന് വേണ്ടിയിട്ട് അവർ പറയുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മൾ ടൈമിലി എന്ത് ചെയ്ത് കൊടുക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ മെറ്റീരിയൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റിയാണ് ഈ മെറ്റീരിയൽ
കൺട്രോൾ ഓർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ബാക്കിലുള്ളത്. സോ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസിങ്, സ്റ്റോറിങ് ആൻഡ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. ഫോർ വാട്ട് പർപ്പസ് വി ആർ maintaining proper control over purchasing, storing and consumption, so as to maintain regular or timely supply. എപ്പോഴാണോ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിരിക്കണം, അത് വെയർ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ കിട്ടിയിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. അതായത് അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, റെഗുലർ സപ്ലൈ മാത്രമല്ല, നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു 1 year ആഫ്റ്ററാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ആ മെറ്റീരിയലിന് ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്, മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നതിന് കമ്മിങ് ഡേയ്സിൽ വളരെ കുറവാണ് എന്നൊക്കെ നമ്മൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂച്ചർ പ്രൊഡക്ഷനിൽ ഇൻട്രപ്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മളത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ബൾക്കായിട്ട് നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്തത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൂടുതൽ വാങ്ങി ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിൽ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മന്ത് ഒരു 1000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് തികയുന്നില്ല എങ്കിൽ, ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ ദർ മേ ബി എ പ്രോബ്ലം ഓഫ് അണ്ടർ സ്റ്റോക്കിംഗ്. സോ ഇൻ ബാലൻസ്, അതായത് ഓവർ സ്റ്റോക്കിംഗ് ഇല്ലാണ്ട് അണ്ടർ സ്റ്റോക്കിംഗ് ഇല്ലാണ്ട് നമ്മൾക്ക് നമ്മൾ പ്രൊഡക്ഷന് യാതൊരു തരത്തിലുള്ള ഇൻട്രപ്ഷനും വരാത്ത രീതിയിൽ നമ്മൾ റെഗുലറായി മെറ്റീരിയലിനെ മാനേജ് ചെയ്യണം. അതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓർ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. സോ വൺസ് അഗെയിൻ, മെറ്റീരിയൽ കൺട്രോൾ ഇസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ പർച്ചേസിങ്, സ്റ്റോറിങ് ആൻഡ് കൺസംഷൻ ഓഫ് material so as to maintain regular or timely supply and at the same time avoid overstocking and understocking of material. So this is the meaning about the material control. So I move to what are the techniques or methods of material control or stores control. Material and stores one and the same. So there are many techniques. One among the technique is fixation of stock levels. So what do you mean by stock level and how to fix this stock levels? സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ച് വെക്കണം, എത്ര ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ കൊടുക്കേണ്ടത്, പർച്ചേസ് റിക്വസിഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ കമ്പനീൻ്റെ ഡേഞ്ചർ ലെവലാകുന്നത്, എത്ര ക്വാണ്ടിറ്റി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽ തീരുമാനിക്കുന്നത്. സോ വി ഹാവ് ഓൾ ടുഗെദർ 5 types of stock levels. That is minimum level, it is otherwise known as safety level or buffer stock level, then maximum level, reorder level, average stock level, and last one danger level. So what do you mean by minimum level? So minimum level എന്ന് പറഞ്ഞാൽ we have an equation for calculating the value of minimum level. So before going to the equation, let's we move to what is minimum level. So minimum level, it is the level below which the stock of material is never allowed to fall. അതായത് ഒരു ലെവൽ ഓഫ് മെറ്റീരിയലാണ്, അതിൽ താഴാൻ പാടില്ല ഒരിക്കലും. നമ്മൾ വെയർ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ പറയുന്ന ലെവലിൽ താഴാൻ പാടില്ല. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ഫിക്സ്ഡ് സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ മേ നോട്ട് ബി സ്റ്റോപ്ഡ് ഔട്ട് ഓഫ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. അതായത് ഒരു മിനിമം ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതില്ലാത്ത പക്ഷം നമ്മളെ പ്രൊഡക്ഷനെ അത് ഇൻട്രപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്തും. സോ ദിസ് ലെവൽ ഈസ് നോൺ ആസ് മിനിമം ലെവൽ. So what are the factors affecting while fixing the minimum level? That is lead time, rate of consumption of material, and at the same time nature of material. Lead time means that the time in between the ordering and the receiving of material. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിന് ഓർഡർ ചെയ്തിട്ട് അത് അപ്പം തന്നെ ആ ഡേ തന്നെ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലീഡ് ടൈം വളരെ കുറവായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് മെറ്റീരിയൽ നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെയർ ഹൗസിംഗ്
ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അത് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലീഡ് ടൈം കൂടുതലായിരിക്കും. സോ ലീഡ് ടൈം ആസ് വെൽ ആസ് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ ലീഡ് ടൈം. ആ ലീഡ് ടൈം അതായത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾക്ക് എത്താനുള്ള ടൈമിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സമയത്ത് നമ്മളെ പ്രൊഡക്ഷന് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ആക്കാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ലീഡ് ടൈം, ദെൻ nature of the material. These are the three factors affecting the minimum level of stock. So how to calculate the minimum level? So we have an equation and we are going to do a problem based on this equation. That is, minimum level is equal to reordering level or reorder level minus normal consumption into normal reorder period. That is, minimum level is equal to reorder level or reordering level minus normal consumption into normal reorder period. So അപ്പോൾ മിനിമം ലെവൽ നമുക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം എന്താണ് റീഓർഡർ ലെവൽ എന്ന് മനസ്സിലാക്കണം. സോ റീഓർഡർ ലെവൽ നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സിൽ ഉള്ളൊരു ടോപ്പിക്കാണ് റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ തീർന്നിട്ടാകുമ്പോൾ നമ്മൾ എപ്പോഴാണ് രണ്ടാമത് മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കേണ്ടത് എന്ന് ഓർഡർ കൊടുക്കുന്ന ഒരു ലെവലാണ് റീഓർഡർ ലെവൽ. സോ മിനിമം level is equal to reorder level minus normal consumption into normal reorder period. Normal consumption into normal reorder period. Then next we move to the next level, that is maximum level. So as its name indicates, maximum level is the maximum quantity of an item of material which can be held in stock at any time. The stock should not exceed this quantity. അതായത് നമ്മൾ മാക്സിമം ഇത്ര ക്വാണ്ടിറ്റി വരെ നമ്മൾ വെയർഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് മാക്സിമം ലെവൽ. ദി ക്വാണ്ടിറ്റി ഈസ് ഫിക്സ്ഡ് സോ ദാറ്റ് ദർ മേ ബി നോ ഓവർ സ്റ്റോക്കിംഗ്. അതായത് ഈ ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവാൻ പാടില്ല. That is, what are the factors affecting the maximum level of a stock? That is, the maximum stock level is fixed by taking the factors like the amount of capital available for maintaining stores, godown space available, rate of consumption, so and so, and the restrictions imposed by the government, delivery time to obtain the material, etc. So ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് മാക്സിമം ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? amount of capital available for maintaining the stock. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ക്യാപിറ്റൽ അവൈലബിലിറ്റി എത്രയാണ് അത് നമ്മൾ നോക്കണം. നല്ല കയ്യിലുള്ള ഷോർട്ടേജ് ഓഫ് ഫണ്ടാണെങ്കിൽ നമ്മൾക്കത് ഓർഡർ ചെയ്യുമ്പം അവിടെ ബുദ്ധിമുട്ട് വരും. ദെൻ അതുപോലെ തന്നെ ഗോഡൗൺ സ്പേസ് അവൈലബിൾ. നമ്മളെ ഗോഡൗണിൽ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ അത് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ദെൻ അതുപോലെ റേറ്റ് ഓഫ് കൺസംഷൻ, നമ്മൾ എത്ര പെർ ഡേ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഡേ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇഫ് ദർ ഈസ് എനി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഇത്ര ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡെലിവറി ടൈം പീരീഡൊക്കെ നോക്കണം. സോ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വി ഹാവ് an equation for calculating the maximum level. So maximum level is equal to reorder level plus reorder quantity minus minimum consumption into minimum reorder period. That is, reorder level plus reorder quantity minus minimum consumption into minimum reorder period. So there is again the term reorder level. So let's we move to the third stock level, that is reorder level. So what do you mean by reorder level? Reorder level is the point at which the storekeeper should initiate purchase requisition for the fresh supply of material, and this level lies in between the maximum level and the minimum level. അതായത് ഇതൊരു പോയിൻ്റാണ്, അവിടെ വെച്ചാണ് സ്റ്റോർ കീപ്പർ ഇനിയും നമ്മൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നുള്ള പർച്ചേസ് റിക്വസിഷന് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ലെവലിലും മിനിമം ലെവലിലും ഇൻ ബിറ്റ്വീനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലാണ് റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ.
So how to calculate this reorder level? So reorder level is equal to maximum consumption into maximum reorder period. That is maximum consumption into maximum reorder period. Then next we move to the next stock level, that is average stock level. As its name indicates, it is the average of minimum and maximum level. That is we have an equation. So average stock level is equal to minimum stock level plus maximum stock level divided by 2, or in other words another equation for calculating average stock level, that is equal to minimum level plus half of reorder quantity. Reorder quantity inde half adinodu koodi minimum level plus ചെയ്തതിനാൽ കിട്ടുന്നതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം കമ്മിങ് വീഡിയോസിൽ മനസ്സിലാകും. ജസ്റ്റ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിയറി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ലെവൽ ഇസ് ദാറ്റ് ഡേഞ്ചർ ലെവൽ. ദെൻ വാട്ട് യു മീൻ ബൈ ഡേഞ്ചർ ലെവൽ? ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എ ലെവൽ അറ്റ് വിച്ച് നോർമൽ ഇഷ്യൂസ് ഓഫ് ദ മെറ്റീരിയൽസ് ആർ സ്റ്റോപ്ഡ് ആൻഡ് ഇഷ്യൂസ് ആർ മെയ്ഡ് ഓൺലി അണ്ടർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ നോർമൽ ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽ സ്റ്റോപ്പ് ചെയ്തൊരു ലെവലാണ്. ഇനിയും നമുക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൺ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ദാറ്റ് ഈസ് ആ ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഡേഞ്ചർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനീൻ്റെ ഡേഞ്ചർ സോണാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഹിയർ ദ പർച്ചേസ് ഓഫീസർ വിൽ മേക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് ദ പർച്ചേസ് ഓഫീസർ വിൽ മേക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ടു ഗെറ്റ് ദ മെറ്റീരിയൽ വിച്ച് റീച്ച് അറ്റ് ദ ഡേഞ്ചർ ലെവൽ സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ മെ നോട്ട് സ്റ്റോപ്പ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ. അതായത് ഒരിക്കലും നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് മാനേജർ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ലെവലിലെത്തിക്കാൻ ഇഷ്യൂ ചെയ്യും. ആ ഒരു ലെവലാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. So we have an equation for calculating danger level, that is danger level is equal to average consumption into maximum reorder period, average consumption into maximum reorder period for emergency purchases. That is average consumption into maximum reorder period for emergency purchases. So these are the different stock levels. By maintaining all this kind of stock levels, we have to control our material or stores. So hope you all enjoy my class. To support for me, thank you. Then any coming videos il inde problem aayittu njan ningale mumbilekku varunnathanu.